പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയിൽ എത്രയും സ്നേഹമുള്ളവരെ, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 22 മുതൽ 30 വരെയുള്ള തിരുവചന ഭാഗങ്ങൾ വായിച്ച് നമുക്കിനി ഈശോയെ ആരാധിക്കാം. യഹൂദർ ഈശോയോട് ചോദിക്കുന്നത്, നീ ക്രിസ്തുവാണെങ്കിൽ ഞങ്ങളോട് പറയുക. ഈശോ അതിന് ഉത്തരം നൽകുന്നത്, ഞാനത് നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു എന്നാണ്. പക്ഷെ അതിനോട് അവൻ കൂട്ടിച്ചേർക്കുന്നത്, ഞാനത് പറഞ്ഞു കഴിഞ്ഞു എങ്കിലും നിങ്ങൾ വിശ്വസിക്കുന്നില്ല. വിശ്വസിക്കാതിരിക്കുന്നതിന് ഉള്ള കാരണവും ഈശോ ഇന്ന് ഈ വചനത്തിലൂടെ പറയുന്നുണ്ട്. നിങ്ങൾ എൻ്റെ ആടുകളിൽ പെടുന്നവരല്ല. കർത്താവിൻ്റെ അജഗണത്തിൽ ആടുകളുടെ ഇടയിലുള്ള നമ്മൾ കർത്താവിൻ്റെ സ്വരം ശ്രവിക്കുന്നുണ്ടോ എന്നത് നമ്മൾ മനസ്സിലാക്കണം. നീ ക്രിസ്തുവാണെങ്കിൽ ഞങ്ങളോട് പറയുക. ഈശോ പറയുന്നു, ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഈശോ പറഞ്ഞത് വിശ്വസിക്കാനായിട്ടുള്ള കൃപ നമുക്ക് ഈ ദിവ്യകാരുണ്യ ആരാധനയിൽ പ്രാർത്ഥിച്ച് കർത്താവിനോട് യാചിക്കാം. എൻ്റെ ആടുകൾ എൻ്റെ സ്വരം ശ്രവിക്കുന്നു എന്നാണ് പറയുക. ഒരു കൊച്ചു കഥ, ഒരു ആട്ടിൻകുട്ടിയുടെ കഥ. ആട്ടിൻകുട്ടി കർത്താവിൻ്റെ തോളിലിരിക്കുന്ന ചിത്രങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ അവൻ്റെ നെഞ്ചോട് ചേർന്നിരിക്കുന്ന നല്ല ഇടയൻ്റെ ചിത്രത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അകന്നുപോയൊരു ആട്ടിൻകുട്ടിയെ കർത്താവ് തേടിപ്പിടിച്ചു കൊണ്ടുവരുന്നതാണ് ഈ കഥയുടെ പ്രമേയം എന്ന് പറയും. ഇങ്ങനെ ആട്ടിൻകൂട്ടത്തിലേക്ക് തിരിച്ച് ഈ കുഞ്ഞാടിനെ കൊണ്ടുവരുമ്പോൾ ഈ കുഞ്ഞാടിൻ്റെ കണ്ണിൽ നിന്ന് കണ്ണീരിങ്ങനെ ഇറ്റിറ്റ് വീഴുന്നുണ്ട്. ഇത് കണ്ട് കൂട്ടത്തിലുള്ള ആടുകൾ ഈ കുഞ്ഞിനോട് ചോദിക്കുന്ന ഒരു ചോദ്യം, എന്തിനാണ് തമ്പുരാൻ്റെ ചങ്കോട് ഇങ്ങനെ ചേർന്നിരുന്നിട്ടും സന്തോഷിക്കേണ്ട നീ എന്തിനാണ് ഇങ്ങനെ കണ്ണീർ വാർക്കുന്നത്? അപ്പം ഈ കുഞ്ഞാടിൻ്റെ ഉത്തരം ഇങ്ങനെയായിരുന്നു എന്നാ പറയുക. ഈശോയുടെ നെഞ്ചത്ത് ഇങ്ങനെ ചാരിക്കിടക്കുമ്പോൾ അവൻ്റെ ഹൃദയത്തിൻ്റെ തുടിപ്പ് എനിക്ക് കേൾക്കാം. എന്നെ കാണാണ്ടായപ്പോൾ അവൻ്റെ ഹൃദയം എനിക്ക് വേണ്ടി തുടിച്ച് വേദനിച്ചത് എനിക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ആ തുടിപ്പ് എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. ഇനി ഈശോയുടെ മുഖത്തേക്ക്, ഇടയൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ ചങ്കിൽ ചാരിക്കിടന്ന് നോക്കുമ്പോൾ അവൻ്റെ കവിളിൽ എന്നെ കാണാതിരുന്നപ്പോൾ അവനൊഴുക്കിയ കണ്ണീരിൻ്റെ ചാല് വളരെ വ്യക്തമായിട്ട് എനിക്ക് തെളിഞ്ഞു കാണാൻ പറ്റുന്നുണ്ട്. ഇത്രയും സ്നേഹമുള്ളവരെ, തമ്പുരാൻ്റെ സന്നിധിയിൽ അവൻ്റെ ദിവ്യകാരുണ്യത്തോട് ചേർന്നിരിക്കുമ്പോൾ അവൻ്റെ ഹൃദയത്തുടിപ്പ് നമുക്ക് ഏറ്റെടുക്കാൻ പറ്റും. അവൻ്റെ ഹൃദയത്തുടിപ്പ് കേൾക്കാൻ പറ്റും. അവൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ സ്നേഹത്തോടെ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് വേണ്ടി, നമ്മൾക്ക് ഓരോരുത്തർക്കും വേണ്ടി അവനൊഴുക്കുന്ന കണ്ണീരിൻ്റെ ചാല് അവൻ്റെ കവിളിൽ ഇങ്ങനെ തെളിഞ്ഞു കിടക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഈശോ പറയുന്നു, എൻ്റെ ആടുകൾ എൻ്റെ സ്വരം ശ്രവിക്കുന്നു. ഈശോയുടെ സ്വരം ശ്രവിക്കാനായിട്ട് ഏറ്റവും എളുപ്പ വഴി, ഈശോയുടെ സ്വരം ശ്രവിക്കുന്ന നല്ലൊരു ആടായിട്ട് അവൻ്റെ അജഗണത്തിൽ ഒതുങ്ങാനുള്ള നല്ലൊരു എളുപ്പ വഴി അവൻ്റെ ചങ്കോട് ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ്. ആ ചങ്കിലെ ചൂര് നഷ്ടപ്പെടുമ്പോൾ, അവൻ്റെ ചങ്കിൻ്റെ ചങ്കിടിപ്പിൻ്റെ സ്നേഹം, ആ സാമീപ്യം നഷ്ടപ്പെട്ടു പോകുമ്പോൾ നമ്മൾ പലതിലേക്കും പോകും. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ ആരാധനാ സമയത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബവും നമ്മൾ ഓരോരുത്തരും, നമ്മുടെ പ്രിയപ്പെട്ടവരും ഈശോയുടെ ചങ്കിനോട് ചേർന്ന് ജീവിക്കുന്ന നല്ല അജഗണമായിട്ട് മാറാനുള്ള അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിക്കാം. അങ്ങനെ ഈശോയോട് ചേർന്ന് നിൽക്കുമ്പോൾ ഈ വചനത്തിൽ പറയുന്നത് പോലെ, നീ ക്രിസ്തുവാണോ എന്ന് യഹൂദർ ചോദിക്കുമ്പോൾ ക്രിസ്തു പറയും, ഞാനത് പറഞ്ഞു കഴിഞ്ഞു, നിങ്ങൾ വിശ്വസിക്കുന്നില്ല എന്നാണ്. ഇനി ഈശോ ആ വചനം തിരുത്തി പറയട്ടെ എന്നെ പ്രതി, ഞാൻ ക്രിസ്തുവാണ്, ഞാൻ പറഞ്ഞത് എൻ്റെ മകൻ വിശ്വസിക്കുന്നു, ഞാൻ പറഞ്ഞത് എൻ്റെ മകൾ വിശ്വസിക്കുന്നു. ഈശോ എന്നെ പ്രതി, നിന്നെ പ്രതി, നമ്മുടെ കുടുംബങ്ങളെ പ്രതി അഭിമാനിക്കട്ടെ. നല്ലൊരു ദിവസത്തിലേക്ക് നമുക്ക് ഉണർന്നെഴുന്നേൽക്കാം. ഈശോ നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമുക്കൊരു നിമിഷം ഈശോയോട് പ്രാർത്ഥിക്കാം. കരങ്ങൾ കൂപ്പി ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കി നമ്മളെ പൂർണ്ണമായി സമർപ്പിച്ച് ഈശോയെ നമുക്ക് ആരാധിക്കാം. ഈശോയെ, ഒരുപാട് നന്ദിയോടെ നിന്നെ ഞങ്ങൾ സ്നേഹിക്കുന്നു, നിന്നെ ആരാധിക്കുന്നു. കാരുണ്യവാനായ കർത്താവെ, നിന്നെ കേൾക്കാതെ പോകുന്ന ആടുകളുടെ ഗണത്തിൽ ഞാൻ ഒരിക്കലും, എൻ്റെ കുടുംബം ഒരിക്കലും പെടാതിരിക്കും. ഈശോയെ, നിന്നെ അനുസരിക്കുന്ന, നിന്നെ കേൾക്കുന്ന, നിന്നെ പങ്കുവയ്ക്കുന്ന നല്ലൊരു മകനായി, നല്ലൊരു മകളാക്കി എന്നെ മാറ്റണം. ഈശോയെ, ഈ ദിവസം, ഈ സമയത്ത് ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന ഓരോ മക്കളിലേക്കും, ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന ഓരോ കുടുംബങ്ങളിലേക്കും നിന്റെ ദിവ്യകാരുണ്യത്തിന്റെ കിരണങ്ങൾ ചൊരിയണം, അനുഗ്രഹങ്ങളാൽ നിറയ്ക്കണമേ തമ്പുരാൻ. ഈശോയെ,
ഈ രാത്രി ഏറ്റവും അനുഗ്രഹമുള്ള രാത്രിയായി, ഈശോയെ അഭിഷേകമുള്ള രാത്രിയായി, വിശുദ്ധിയുള്ള ഒരു രാത്രിയാക്കി മാറ്റണം. ഈശോ ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് അകലെയായിരിക്കുന്നവരോട് രോഗികളെ നിന്റെ കരുണയുടെ മുന്നിൽ സമർപ്പിക്കുന്നു. എല്ലാ വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയും വിശുദ്ധിയോടെ ആക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, നീ ദാനമായി നൽകിയ ജീവിത വിശുദ്ധി അത് ഒരു കാരണവശാലും നഷ്ടപ്പെടുത്താതിരിക്കുക. വിശുദ്ധിയിൽ അഭിമാനിക്കുന്ന നല്ല ദൈവജനമായി ജീവിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ. ആഴി തന്നഗാധത്തേക്കാൾ അനന്തമാം കാരുണ്യമേ, ആഴി തന്നഗാധത്തേക്കാൾ അനന്തമാം കാരുണ്യമേ, ആത്മാവിന്നകതാരിനുള്ളിൽ വിശുദ്ധ കുരിശിന്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.